السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال: إن الدعاء ينفع مما نزل ومما لم ينزل فعليكم عباد الله بالدعاء. റവാഹു അത്തുർമുദിയു വഹാക്കിമു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് തന്നെ നിങ്ങളെ സഹോദരവും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, വെട്ട് തല്ലായി മാറുക എന്നുള്ളത്. സംഭവിക്കാനുള്ളതെല്ലാം നല്ലതിനാവുകയും സംഭവിച്ചത് നല്ലതിനാവുകയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതായി തീരുകയും ചെയ്യുക എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ അതൊരു യാദൃശ്ചികമായൊരു സംഭവിക്കലല്ല. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ടുള്ള സഹായങ്ങൾ പല വഴി നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട്, ഇനി ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അലയൊലികൾ ഇനിയും ബാക്കിയാണ്, അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ പാർശ്വഫലങ്ങൾ. ഉദാഹരണമായി ഇപ്പോൾ കഴിഞ്ഞ കൊറോണയുടെ കാലഘട്ടത്തിൽ വാക്സിനേഷൻ എടുത്ത ആൾക്കാർ ഇപ്പോഴും അതിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അതല്ലെങ്കിൽ പിന്നൊന്ന് വേറൊന്ന്. ഇതുപോലെ കുടുംബത്തിലൊരു പ്രശ്നം നടന്നാൽ അത് രമ്യമായി പരിഹരിച്ചാൽ പോലും പഴമക്കാർ പറയാറുണ്ട്, ഏച്ചുകൂട്ടിയാൽ മുഴച്ചിരിക്കും. അതിങ്ങനെ ഇടക്കിടക്ക് മണ്ണെണ്ണ അണ്ണാക്കിൽ പോയതുപോലെ ഇടയ്ക്കിങ്ങനെ ഒമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി കടന്നു വരാനിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായ പ്രയാസങ്ങളായിരിക്കാം. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ, പരിഹാര മാർഗം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ദുആയാണ്. യൻഫഉ, അത് ഉപകാരപ്പെടും. എന്തിനൊക്കെ? മിമ്മാ യൻസിൽ, ഇറങ്ങിയ എല്ലാ പരീക്ഷണങ്ങൾക്കും അതിൻ്റെ അലയൊലികൾക്കും അതിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾക്കും പരിഹാരമായി മാറും ദുആ. ഇനി എന്തെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നുണ്ടോ അതിനെയൊക്കെ പ്രതിരോധിക്കാനും ദുആ കൊണ്ട് സാധ്യമാകും. അപ്പോൾ അത്രയധികം ശ്രേഷ്ഠത ഓരോ ദുആഇനുമുണ്ട്. നാം വെറുതെ സമയം ഉള്ളത് കൊണ്ട് കൈ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നതും നീട്ടുന്നതും അല്ല. അതിൻ്റെതായ ചില ഫളുലുകളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദുആ ചെയ്യാൻ നാം ഓരോരുത്തരും മനസ്സ് വെച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ എത്തിച്ചേരും. അങ്ങനെ ദുആകളുടെ ഫളുലുകൾ മനസ്സിലാക്കി ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ കബൂലാക്കാനും അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതുപോലെ നമുക്കതിൻ്റെ ഇജാബത്ത് ലഭ്യമാകാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളെയും നമ്മൾ തേടി ചെല്ലുകയാണ്, ഇജാബത്തുള്ളവരാ അല്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹിനോട് മാത്രം ആത്മാർത്ഥമായി തേടിയാൽ ഇജാബത്ത് എന്ന ക്വാളിഫിക്കേഷനിൽ എത്തുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അറിഞ്ഞതും അറിയാത്തതുമായ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമുള്ള മുഴുവൻ വിശ്വാസിനികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ മാർഗത്തിൽ അള്ളാഹു അവന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീങ്ങളായി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും മാറി അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും
ബുദ്ധിമുട്ടുകളും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായത് അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി തന്നവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.